നിലമ്പൂരിൽ കുട്ടിക്കലാശമാണ്. ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഇനി പരസ്യ പ്രചാരണമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ രാവിലെ അവിടുത്തെ സമ്മതിദായകർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലും. ആരായിരിക്കും നിലമ്പൂരിൽ വിജയിക്കുക? അത് ആര്യാടനാണോ, സ്വരാജാണോ, അതോ ഇനി അൻവർ എന്തെങ്കിലും അട്ടിമറി നടത്തുമോ? BJP എത്ര വോട്ടുകൾ നേടും? ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മൂന്ന് മുന്നണികളും ഒരു സ്വതന്ത്രനും. ആ സ്വതന്ത്രനായ PV അൻവർ മുൻ MLA കൂടിയാണ്. അദ്ദേഹമാണ് കൃത്യമായി കണക്ക് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 75,000 വോട്ട് ലഭിക്കുന്നു. അല്ല, മറ്റാരും ഇത്രയും കൃത്യമായി കണക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വിജയം അവകാശപ്പെടുന്ന കോൺഗ്രസ് ആയാലും CPM ആയാലും വിജയത്തെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. ഞങ്ങൾ വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ മെജോറിറ്റി എന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം കൃത്യമായ എണ്ണം പറയുകയാണ്. 75,000 കുറയില്ല, അതിന് മുകളിലോട്ട് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും അൻവർ അവിടെ വലിയ സ്വാധീനമില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയാൽ എല്ലാ കാര്യവും പറഞ്ഞപ്പോഴാണ് ഒരു പഴയ സംഭവം ഓർമ്മ വന്നത്. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാറ്റിങ്ങിൽ മത്സരിച്ച ശ്രീമാൻ അടൂർ പ്രകാശ് അന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്, സാർ എത്ര വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ടാകും എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, വലിയ കടുത്ത മത്സരമല്ലേ നടക്കുന്നത്, അങ്ങ് ജയിക്കാൻ സാധ്യതയുണ്ട്? ഞാൻ ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട് ജയിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭൂരിപക്ഷം എത്രയായിരിക്കും? 1000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് വളരെ ശരിയാവുകയും ചെയ്തു. എന്തായാലും അൻവറിന് അത്രയും ആത്മവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ല, അങ്ങനെ അൻവർ ജയിക്കുകയാണെങ്കിൽ PC ജോർജിന് ശേഷം ചരിത്രം മാറ്റാനുള്ള ഒരു നിയോഗം കൂടി അൻവറിനുണ്ട്. പക്ഷേ അത്രത്തോളമല്ല അൻവർ വളർന്നിട്ടുണ്ടോ എന്നത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. PC ജോർജിനെ സംബന്ധിച്ച് അത്രത്തോളം പാരമ്പര്യമുള്ള പൂഞ്ഞാറിൽ അത്രത്തോളം വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്രയും സമയമൊന്നും PV അൻവറിന് കിട്ടില്ല. PV അൻവർ ആ മണ്ഡലത്തിൽ വരുന്നത് തന്നെ 2016-ലാണോ? 2016-ലും 2021-ലുമാണ് അദ്ദേഹം ജയിക്കുന്നത്. ജയിച്ചതിന് ശേഷമാണ് ആ ജനങ്ങളെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കി ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അവരെ കൊണ്ട് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അല്ല, അവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊന്നുമില്ലല്ലോ. ഇനി ഒരു 10 മാസം അദ്ദേഹത്തിന് കാത്തിരിക്കാൻ വയ്യാതെ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ രാജിവെക്കുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. എന്തായാലും ആ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി തന്നെ ഈ ഒരു LDF അൻവർ തമ്മിലുള്ള പോരാട്ടമായാണ് അവിടെ ഞാൻ കാണുന്നത്. ഒരു അൻവർ എന്ന ഒരു പഴയ MLA അദ്ദേഹം ഒരു കുടുംബത്തിൽ നിന്നും ഇറങ്ങി പുറത്തു നിന്ന് വെല്ലുവിളിക്കും പോലെ ഉള്ളൊരവസ്ഥയിലേക്ക് മാറി, കുടുംബത്തിന്റെ ശത്രുവായി മാറി പുറത്തു നിന്ന് വെല്ലുവിളിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത് LDF-നാണ്. കുറച്ച് നാളുകളായി തന്നെ നാം ആ മണ്ഡലത്തിന്റെ മാറ്റം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും. ആ മണ്ഡലത്തിൽ കൃത്യമായി വളരുന്ന ഒരു പാർട്ടി LDF ആണ്. LDF-ന്റെ തുടർച്ചയായ വളർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ BJP അന്ന് BDJS ആയിരുന്നു മത്സരിച്ചിരുന്നത്. അവർക്ക് അന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് K. സുരേന്ദ്രനും അവിടെ കൃത്യമായി വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ബാക്കി തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ അവിടെ BJPക്ക് പോലും വലിയ വളർച്ച കാണുന്നില്ല. കാരണം എന്തുകൊണ്ട് BJPയെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള കാരണം, ഇപ്പോൾ ഓരോ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാലും ഓരോ പഞ്ചായത്തുകൾ എടുത്തു നോക്കിയാലും ഓരോ ബൂത്തുകൾ എടുത്തു നോക്കിയാലും കേരളത്തിൽ വളരുന്ന ഒരു പാർട്ടി ഉള്ളത് BJP ആണ്. അല്ലാതെ UDF ആയാലും LDF ആയാലും അവരുടെ വോട്ടുകൾ കുറയുകയും കേരളത്തിൽ CPM-നും കോൺഗ്രസിനും വളർച്ചയല്ല തളർച്ചയാണുള്ളത്. പക്ഷേ പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും, കാരണം BJP വളരെ താഴേക്കിടയിൽ നിന്ന് കൃത്യമായിട്ട് ക്രമാനുഗതമായി വളരുന്നൊരു കാഴ്ച നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വളരുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷെ ആ വളർച്ച എന്തായാലും നിലമ്പൂരിൽ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താൻ BJPക്ക് കഴിയുന്നില്ല. അതും LDF-നെ സംബന്ധിച്ച് വലിയ ഗുണങ്ങളുണ്ട്. ഈ CPM-നാണ് പല ഘടകങ്ങളും അവിടെ അനുകൂലമായി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ കാലത്തും CPM-വുമായി നാം പരിശോധിക്കുമ്പോൾ CPM-ന് എല്ലാ കാലത്തും തങ്ങളുടെ സംഘടനാ ശക്തിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. നാം എല്ലാ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ പാലക്കാട് നാം എല്ലാവരെയും ഈ CPM-നെ പരിഹസിക്കുകയാണ്. പക്ഷെ അവർക്ക് അവിടെ വോട്ട് വർധനവാണ് ഉണ്ടായത്. ചേലക്കരയിൽ ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് അവർക്കവിടെ വിജയമാണ് ഉണ്ടായത്. ആ രീതിയിൽ നോക്കുമ്പോൾ നിലമ്പൂരും അവർക്ക് കൃത്യമായി തന്നെ സംഘടനാ സംവിധാനമുണ്ട്. അൻവർ ഈ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും പിണറായിയെ വെല്ലുവിളിക്കുകയും CPM-നെ വെല്ലുവിളിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ഘട്ടത്തിൽ രാജിവെക്കുകയാണല്ലോ. അതിന് പിന്നാലെ ആദ്യം അവിടെ പ്രവർത്തനവുമായി ഇറങ്ങുന്നത് CPM-ആണ്. CPM സ്വരാജ് തന്നെ അവിടെ നേരിട്ടെത്തി വോട്ട് ചേർക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അവർക്ക് കൃത്യമായി തന്നെ ധാരണയുണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത് നമ്മുടെ അഭിമാന പോരാട്ടമാണ്.
കാരണം ഈ ഒറ്റ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് CPM-ന്റെ ഭാവി തന്നെ ഇരിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാരിന്റെ ഭാവി ഇരിക്കുന്നത് ഈ ഒറ്റ തെരഞ്ഞെടുപ്പിലാണ്. അത് അവർ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് കൃത്യമായി തന്നെ സംഘടന ചലിപ്പിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആ നാട്ടുകാരനായ സ്വരാജിനെ അവിടെ നിർത്താൻ കഴിഞ്ഞു. യുവ നേതാക്കളിൽ എടുത്തു നോക്കിയാൽ നമ്പർ 1 നേതാവ് സ്വരാജാണല്ലോ. അല്ല, ജയിക്കിനെ കൊണ്ട് നിർത്താൻ കഴിയില്ല, ചിന്തയെ കൊണ്ട് നിർത്താൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, ഈ റഹീമിന്റെ ചിത്രം വെച്ച് പരിഹാസങ്ങൾ വരുന്നുണ്ടല്ലോ, അദ്ദേഹം എത്തിയിട്ടുണ്ട് വീണ്ടും തോൽപ്പിക്കാനായെന്ന പരാമർശം നടത്തുന്ന റഹീമുണ്ട്. അങ്ങനെ നാം ഈ CPM-ന്റെ യുവ നേതാക്കളുമായി നോക്കുമ്പോൾ എല്ലാവരും ഒരു ട്രോളന്മാർക്ക് ഇരയാകാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ആ ഗണത്തിൽ നിന്നും മാറി നിൽക്കുന്ന പിന്നെ ഒരു നേതാവിന്റെ പേര് വിട്ടുപോയി, ആർഷോ, വളർന്നു വരുന്ന SFIയുടെ നേതാവാണ്, ഇപ്പോൾ തീപ്പൊരി നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ DYFIയിലേക്ക് ചൂടെടുത്തു. അദ്ദേഹം എത്ര നാള് ജയിലിന് പുറത്ത്, എത്ര നാള് ജയിലിനകത്ത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അല്ല, അദ്ദേഹത്തിന് ഇനി അമേരിക്കയിലും പോയി പഠിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടല്ലോ. കാരണം അദ്ദേഹം BA പാസ്സാവാതെ MA-ക്ക് ചേരും, MA പാസ്സാവാതെ PhD എടുക്കും. അതുപോലെ തന്നെ അത് SFIയുടെ ഒരു പാരമ്പര്യമായി മാറിക്കഴിഞ്ഞിരിക്കും. അല്ല, അതുകൊണ്ടാണ് ഇനി ഇന്ത്യയിൽ ജയിക്കാത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അമേരിക്കയിലോ ക്യൂബയിലോ ചൈനയിലോ എല്ലാം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം. ക്യൂബയിലോ ചൈനയിലോ ഒക്കെ സാധ്യതയുണ്ട്. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നില്ല. അവിടെ ട്രംപ് അങ്ങോട്ട് അടുപ്പിക്കില്ല. വിദേശി വിദ്യാർത്ഥികളെ പൊതുവെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് അവിടെയും പഠിക്കാനുള്ള കർത്തവ്യമുണ്ട്. കാരണം വിജയിക്കേണ്ടത് രണ്ടാമത്തെ വിഷയമാണ്, ആദ്യം പഠിക്കുക എന്നതാണ് ആർഷോയുടെ നിലപാടും. അദ്ദേഹം ഉൾപ്പെടെയുള്ള പല നേതാക്കളുമുണ്ട്. ആ ഗണത്തിൽ നോക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഏറ്റവും അനുയോജ്യനാണ്. കാരണം ഈ 2016 അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തൃപ്പൂണിത്തറയിൽ എല്ലാ കാലത്തും ഈ ബാബുവിന്റെ ഒരു തട്ടകം തന്നെയായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്, സാധിക്കാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ മണ്ഡലം ശക്തമായ VS തരംഗം അടിച്ച കാലത്ത് പോലും ബാബു പിടിച്ചു നിന്നയാളാണ്. കാരണം ബാബുവിനെ അവിടെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് ഓരോ നാട്ടുകാരനെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ് ബാബു. പ്രത്യേകിച്ച് SNDP-യുടെ എല്ലാം വലിയ പിന്തുണയുള്ള നേതാവ്. ആ നേതാവിനെയാണ് തൃപ്പൂണിത്തറയിൽ ഈ യുവ നേതാവായി എത്തിയ സ്വരാജ് പരാജയപ്പെടുത്തുന്നത്. അന്ന് അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടല്ലോ. കാരണം ഈ ബാബുവിനെ പോലുള്ള ഒരു നേതാവിനെ സ്വരാജ് എന്ന യുവാവ് പരാജയപ്പെടുത്തി എന്ന രീതിയിൽ വലിയ ഒരു വലിയ ചർച്ച തന്നെ ഉണ്ടാകുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അദ്ദേഹം മണ്ഡലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളതിൽ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ചില അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുകയും അതിൻ്റെ ഒരു തിരിച്ചടിയായിരുന്നു അന്ന് തൃപ്പൂണിത്തറയിൽ കണ്ടത്. അതും ചെറിയൊരു വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. ബാബുവിനെ പോലുള്ള അതും എങ്ങനെ ചെറിയ വോട്ടിന് പരാജയപ്പെടുന്നത് എങ്ങനെയാണ്? 5 വർഷം കൃത്യമായി തന്നെ ബാബു അവിടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിനുശേഷമാണ് ബാബുവിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വരാജിന് നാം ഒരിക്കലും ഒരു കാലത്തും വില കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് സംഘടനയെ ചലിപ്പിക്കാൻ കഴിയും, ജനങ്ങളെ കയ്യിലെടുക്കാൻ അറിയാം. ആ രീതിയിൽ തന്നെയാണ് നിലമ്പൂരിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ആവേശമാണ്, ഒരു പ്രതികാരമുണ്ട് ഈ അൻവറിനെ പരാജയപ്പെടുത്തുക എന്നത്. അത് പരമാവധി മുതലെടുക്കുവാനാണ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുമാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ CPM-മായി ബന്ധപ്പെട്ട് വലിയ അവരെ പ്രതിസന്ധിയിലാക്കുന്നു, LDF-മായി ബന്ധപ്പെട്ട് അവരെ പ്രതിസന്ധിയിലാക്കുന്നു. ആദ്യം മറികടക്കാൻ കഴിയുകയാണെങ്കിൽ സംഘടന ഇല്ല, അവിടെ തമ്മിലടി, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് തമ്മിലടി, ഈ ആര്യാടൻ ഷൗക്കത്തും പഴയ DCC പ്രസിഡന്റും തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ വൈകാരികമായി തന്നെ അവിടുത്തെ പ്രവർത്തകർക്കിടയിൽ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ UDF-നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ മേൽക്കൈയെങ്കിലും ഈ സ്വരാജിന് അവിടെ ലഭിക്കുന്നത്.